എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പല തൊഴിലുകളും ഏർപ്പെട്ട് നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഈ സ്ഥാപനങ്ങളുണ്ടാകും. ഹോട്ടല്, പല പല ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ എത്ര പൈസ കിട്ടിയാലും കയ്യിൽ സാമ്പത്തികം എടുക്കാനേ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കടയിൽ 40,000 രൂപ കിട്ടി, പിറ്റേ ദിവസം അവൻ കടമായിരിക്കും. കാരണം അവന് സാമ്പത്തിക ലാഭമില്ല, അതായത് നഷ്ടങ്ങൾ സംഭവിക്കുന്നു ജീവിതത്തിൽ. തുടരെ കടയിൽ കച്ചവടം കുറയുന്നു, ഇല്ലെങ്കിൽ നോക്കിക്കുമ്പോൾ ശത്രുദോഷം, കണ്ണുദോഷം, നാവദോഷം. അപ്പം നമ്മൾ എത്ര ബിസിനസ് ഇട്ടാലും നമുക്ക് പുരോഗതികളില്ല. നമ്മൾ പല ഹോമങ്ങൾ ചെയ്ത് യന്ത്രങ്ങളെ കടയിൽ വെച്ച് ഇതൊന്നും വെച്ചിട്ട് നമുക്ക് യാതൊരു പ്രതീക്ഷകളില്ല. നമുക്ക് ഉള്ള വിശ്വാസങ്ങളും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് സാമ്പത്തികത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സാമ്പത്തികം പോരാത്തതിന് സാമ്പത്തികം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതായത് ആഹാരം കഴിക്കാതെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബം പട്ടിണിയാതിരിക്കാൻ വേണ്ടി നമ്മൾ പല മേഖലകളിലും പല ജോലികൾക്കൊക്കെ പോകുന്നു. അപ്പോൾ അവിടെ പോയാൽ എത്ര ആൾക്കാർക്ക് ഈ തടസ്സങ്ങൾ നേരിടുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. ഏറ്റവും വലിയൊരു തടസ്സമാണ് ശത്രു ദുരിതം എന്ന് എല്ലാവരും പറയും. ഒരു യജ്ഞശാലയിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തങ്ങളിൽ ചീട്ടെടുക്കുന്നത് ഈ പറയുന്ന ശത്രുദോഷത്തിനാണ്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്താലാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരുന്നത്? നമുക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് എല്ലാവരും അവരൊരു ജോലി ചെയ്യുന്ന സ്ഥലത്തോ സ്ഥാപനത്തിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം 100% ഉറപ്പായിട്ടും കിട്ടും. ദേവിയുടെ അനുഗ്രഹത്താൽ ഭക്തിയോടെ, അതായത് ദേവിയോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും. എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ മാറാത്ത ദുരിതമില്ല. അത്രയ്ക്ക് ഒരു ശക്തി ചൈതന്യമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മ. അപ്പോൾ അത് ചെയ്യേണ്ടത് ഒരു മൺകുടം മേടിക്കുക. ചെറുതോ വലുതോ, അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. വലുത് മേടിക്കുകയാണെങ്കിൽ ഒരു വലുത് മേടിക്കുക, ചെറുത് മേടിക്കെങ്കിൽ ചെറുതുണ്ട്. ഈ മൺകുടം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചുമന്ന പട്ട്, അതായത് കൊടുങ്ങല്ലൂർ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ചുമന്ന പട്ട് കൊണ്ട് ഈ മൺകുടത്തിൻ്റെ മേളിൽ ഇങ്ങനെ കിട്ടുക. കുടം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തന്നേനെ. കുടം ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ചെയ്യുക, പൈസ ഇടാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ചുമന്ന പട്ട് കെട്ടുമ്പം കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച് ചുമന്ന ചരട് കൊണ്ട് വേണം മുകളിൽ ഈ പട്ട് അഴിഞ്ഞു പോയിരിക്കാൻ വേണ്ടി കെട്ടുന്നത്. എല്ലാവരും കെട്ടുമ്പം സാറ്റൻ തുണി മേടിക്കരുത്. ചുമന്ന പട്ട് കോട്ടൺ തുണി മേടിച്ചെങ്കിൽ അതേപോലെ തന്നെ ഇരിക്കത്തുള്ളൂ മൺകുടം. എന്നിട്ട് ഒരു കത്രിക കൊണ്ടോ ഒരു ബ്ലേഡ് കൊണ്ടോ, അത് നമ്മൾ വീട്ടിലെ മീൻ മുറിക്കുന്ന പിച്ചാത്തി കൊണ്ട് എടുക്കരുത്. നമ്മളൊരു ബ്ലേഡ് മേടിച്ചിട്ട് അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊന്ന് തുളയിടുക. കോട്ടൺ പട്ടായിരിക്കണം മേടിക്കുന്നത്, ചുമന്ന കളറ്. ചുമന്ന ചരട് കൊണ്ട് അത് മുറുക്കി കെട്ടാവുള്ളൂ. അതായത് മൺകുടത്തിൻ്റെ ആ ഒരു ഭാഗം ചുമന്ന ചരടല്ലാതെ കെട്ടരുത്. കറുപ്പ് കെട്ടാൻ പാടില്ല, ചുമന്ന ചരട്. കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച് ഒരു 3 കെട്ട്. എന്നിട്ട് ഈ കിഴി കെട്ടിയ ഈ കുടം കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ സാമ്പത്തിക തടസ്സം ഉണ്ടെങ്കിൽ അവിടുത്തെ ഗ്രഹനാഥൻ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ ബാധിച്ചിരിക്കുന്ന എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഓരോ നാണയം വെച്ചിടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ വരുന്ന നാണയം 2 രൂപ ഇടരുത്. ഒന്നെങ്കിൽ 1 രൂപ, 5 രൂപ, ഇല്ലെങ്കിൽ 10ൻ്റെ നോട്ടാണെങ്കിൽ 11 രൂപയായിട്ട് പ്രാർത്ഥിച്ചിടുക. അവളെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ പ്രശ്നങ്ങൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കന്യാമൂലയിൽ തന്നെ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പോൾ സ്ഥാപനമാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കൗണ്ടർ ഉണ്ടെങ്കിൽ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ വെക്കരുത്. അപ്പോൾ ആൾക്കാർക്ക് ഇതെന്തോ നോക്കും. അതൊരു ആരും കാണാത്ത രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ വീടുകളിലാണെങ്കിൽ, സ്ഥാപനത്തിലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് ബെഡ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. ധനത്തിൻ്റെ മൂല എന്നറിയപ്പെടുന്ന കന്നിമൂലയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വെക്കാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും കുളിച്ച് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച് ഈ 1 രൂപ, ഇല്ലെങ്കിൽ 5 രൂപ, 11 രൂപ, അത് സാമ്പത്തികം ഉള്ള പോലെ ചെയ്ത് അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സാമ്പത്തിക തടസ്സങ്ങളും എൻ്റെ ബിസിനസ്സുപരമായ എല്ലാ ദോഷങ്ങളും അമ്മയെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പൈസ മൺകുടത്തിനകത്ത് ഇടുക. മൺകുടം എപ്പോൾ എന്ന് അറിയുന്നത് അപ്പോൾ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്ര നടയിൽ കൊണ്ടുവന്ന് ഈ മൺകുടം സമർപ്പിക്കാം. മൺകുടത്തിനകത്ത് പൈസയാണ്, അത് അവിടെയുള്ള തിരുമേനിയോടോ സെക്യൂരിറ്റിമാരോടോ പറയണം. അപ്പം ഞാൻ ഇന്നുപോലെ മൺകുടത്തിനകത്ത് നിറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം, അത് എവിടെ വെക്കണ്ടെന്ന് അവിടെ രസീത് എഴുതുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. ചുമ്മാതെ കൊണ്ടുവെക്കരുത്. കാരണം ഇപ്പോൾ ഉള്ള ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ അത് ഏക്കത്തില്ല. കാരണം ആവാഹന വസ്തുക്കളാണെന്ന് വിചാരിച്ച് പോരാത്തിന് ചുമന്ന പട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവരുമ്പോൾ പട്ട അഴിച്ച് മാറ്റണം. അതിനകത്ത് പൈസയാണ്, നേർച്ച പൈസയാണെന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ നമ്മൾ അതോടുകൂടി വെക്കുക, ഇല്ലെങ്കിൽ ആ പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു ഇലക്കകത്ത് വാരി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യുക.
അമ്പലത്തിലെ തിരക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം ഭക്തജനങ്ങൾ ചെയ്യാൻ. എന്തായാലും ഇത് ചെയ്യുമ്പോഴത്തേക്ക് കമ്മിറ്റിക്കാരോ ഇല്ലെങ്കിൽ അവിടെ രസീത് എഴുതുന്നവരോട് തീർച്ചയായിട്ടും ഇത് പറയണം, പറയാതിരിക്കരുത്. കാരണം ഒരു സംഭവം ഉണ്ടായതാണ്. ഒരു ക്ഷേത്രത്തിൽ ചുമന്ന പട്ടിനകത്ത് ഇതേപോലെ മൺകുടം, ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. പുള്ളി ചെയ്തപ്പം അവർ വിചാരിച്ച് ആവാഹനം ചെയ്ത എന്തെങ്കിലും ഇല്ലെങ്കിൽ ഭസ്മോ മറ്റുള്ള ആയിരിക്കുന്നു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഭക്തജനങ്ങളോട് പറഞ്ഞത് ഇത് പ്രത്യേകം പറയണം, ഇത് പൈസയാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്തിൽ മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയ ദിവസം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച ചെയ്തെങ്കിൽ തിങ്കളാഴ്ച പോയി മൺകുടങ്ങളും ഈ പറയുന്ന പട്ട് കോർട്ടനായിരിക്കണം, സാറ്റം മേടിക്കരുത്. എന്നിട്ട് രാവിലെ വെച്ച് പൈസ ഇട്ട് തുടങ്ങുക. ഏകദേശം അത് നിറയുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രശ്നങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ മാറുന്നതിന് കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും. അമ്മയെന്ന് വിളിച്ചാൽ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ മാറ്റിത്തരും. ഒപ്പം ഞാൻ പറയുന്നത് കേൾക്കാതെ നമുക്ക് എന്തോരം അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും വിശ്വാസവും ഉണ്ട്, അതനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം എല്ലാവരും വീടിൻ്റെ കന്യമൂല തന്നെ ഈ ഒരു പൈസ വെക്കണം. അപ്പോൾ ചിലവർക്ക് വിചാരം ഉണ്ടാകും പൂജാമുറി വെച്ചാൽ നല്ല കന്യമൂല കിടപ്പുമുറി അല്ല. കിടപ്പുമുറി ഈ പറയുന്ന ദേവിയെ വിളിച്ച് യാതൊരു കുഴപ്പമില്ല. നമ്മൾ പൈസയാണ് ഇടുന്നത്, അല്ല ദേവിയുടെ ഫോട്ടോ വെക്കുന്നില്ല. പൂജാമുറി ഉണ്ടെങ്കിലും കന്യാമൂല തന്നെ വെക്കുക. അതായത് തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിൻ്റെ മൂല. കടയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഹോട്ടലാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് മൂലയെ വെക്കുക. ഹോട്ടലാണെങ്കിൽ അടുക്കളയാണെങ്കിലും ഈ പറയുന്ന കുറച്ച് അടുക്കള വെച്ചാലും കുഴപ്പമില്ല. ചിലർക്കൊരു ഇതുണ്ട്, അത് അവിടെ തന്നെ വെക്കുന്നത് എന്താ വെച്ചാൽ കന്യാമൂലയാണ് ഒരു സമ്പത്തിൻ്റെ ഇത്. കാരണം ഹോട്ടല് മിക്ക സ്ഥാപനങ്ങളിൽ അടുക്കള വരാറില്ല. ഇപ്പോൾ ചെയ്യുന്നവരൊക്കെ വാസ്തു നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ചില വാസ്തു നോക്കാതെ ചില കെട്ടിടങ്ങളൊക്കെ കിടപ്പുണ്ട്. അവിടെ ചില ഒരു ഹോട്ടൽ ഇടുമ്പോൾ അവർക്ക് നഷ്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ വാസ്തുവിനും അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയെങ്കിൽ മാത്രമേ ഇതിനുള്ള ഗുണങ്ങളുണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും കൊടുങ്ങല്ലൂരമ്മയെ മനസ്സിൽ വിചാരിച്ച് പൈസ ഇടുക. ഈ പറയുന്ന പൈസ എന്ന് പറയുമ്പോൾ ദേവിയുടെ എടുത്തുകൊണ്ട് ഇടുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അമ്മ മാറ്റിത്തരുന്നതാണ്. എല്ലാവർക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും ഭക്തജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, ഞാൻ അതിന് മറുപടി തരുന്നതാണ്.